വെൽക്കം ടു ദീപ്സ് കിച്ചൺ. അപ്പം നമ്മളിന്ന് ദീപ്സ് കിച്ചണിൽ ഓണിയൻ റിങ്സ് ആണ് ചെയ്യുന്നത്. നിങ്ങൾ പലർക്കും അറിയാവുന്നുള്ളൊരു റെസിപ്പിയാണ്, എങ്കിലും അറിഞ്ഞിടാത്തവർക്കായിട്ട് ഞാൻ ഷെയർ ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ നമ്മുടെ നാടൻ സവാളയാണ് എടുത്തിരിക്കുന്നത്. ആക്ച്വലി ഇത് ചെയ്യാനായിട്ട് വൈറ്റ് ഒനിയനാണ് സാധാരണ സെലക്ട് ചെയ്യണത്. അപ്പം നമുക്കിതിന് നല്ല റൗണ്ട് ഷേപ്പിന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത്യാവശ്യം കുറച്ച് വലിപ്പത്തിന് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഈ ഒരു സൈസിന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് ഇതിന് ഇതേപോലെ ഓരോ റിങ്ങായിട്ട് നമുക്കെടുത്ത് മാറ്റാം. ഓക്കെ, ഇതിന് നമുക്ക് കട്ട് ചെയ്ത് കറിയിലൊക്കെ ഉപയോഗിക്കാം. അപ്പം നമുക്ക് ഈ രീതിയിൽ തന്നെ ബാക്കി എല്ലാ ഒനിയൻസും കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഒനിയൻസ് എല്ലാം റിങ്സ് ആയിട്ട് ഇതാ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്, കണ്ടല്ലോ. ഇനി നമുക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അപ്പം ഞാൻ ഇതാ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്കൊരു 3 ടേബിൾ സ്പൂൺ മൈദ മാവ്. ഓക്കെ, 3 ടേബിൾ സ്പൂൺ മൈദ മാവ് ഇട്ട് എന്നിട്ട് നമ്മൾ ഈ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഒനിയൻ റിങ്സ് ഇതിൽ ഇട്ട് കൊടുക്കാം. കുറച്ച് കുറച്ച് ഇട്ട് കൊടുക്കണം. എന്നിട്ട് അപ്പോൾ നിങ്ങൾ ചില ടിഫിൻ ബോക്സ് ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം, അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പക്ഷേ ഏറ്റവും നല്ലത് നിങ്ങളൊരു ടിഫിൻ ബോക്സോ അല്ലെങ്കിൽ ഒരു പാത്രം എടുത്തിട്ട് അതിൻ്റെ മേലെ വേറൊരു ഡക്കൺ വെച്ചിട്ട് നന്നായിട്ട് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ഷെയ്ക്ക് ചെയ്തെടുക്കണം. അപ്പോഴ് നല്ല പെർഫെക്റ്റ് ആയിട്ട് പിടിച്ച് കിട്ടും. അപ്പം ഇതിലുള്ള വെള്ളത്തിൻ്റെ ഈർപ്പൊക്കെ ഒന്ന് മാറാനായിട്ടാണ് നമ്മൾ ഇതിലിട്ട് ഇതേപോലെ ഒന്ന് കുടഞ്ഞെടുക്കുന്നത്. ഓക്കെ, ഇതാ കണ്ടല്ലോ. നമുക്ക് ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പം ഞാൻ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ വീണ്ടും ഓരോ ടേബിൾ സ്പൂൺ കൂടെ മൈദ മാവ് ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ. നമ്മളെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ നിങ്ങളത് കാര്യം ചെയ്യണം, നമ്മൾ അരിപ്പൊടി അത് ചേർത്ത് കൊടുക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് പെപ്പർ പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് മുളക് പൊടി നിങ്ങൾക്ക് ചേർക്കാം, അല്ലെങ്കിൽ പെപ്പർ പൗഡർ ചേർക്കാം. ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് ചേർത്ത് കൊടുക്കുക അതിലോട്ട്. ഓക്കെ, ആവശ്യത്തിന് ഉപ്പ്. ഇത് കുറച്ച് വെളുത്തുള്ളി പേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരു 3-4 വെളുത്തുള്ളി എടുത്ത് അതിനൊന്ന് പേസ്റ്റ് ആക്കണം. അതല്ല എങ്കിൽ വെളുത്തുള്ളിയുടെ നമ്മളെ ഗാർലിക് പൗഡർ സൂപ്പർ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും, അത് ചെയ്യണം. അപ്പം ഞാനത് ഒരുപാട് തപ്പി, പക്ഷെ എനിക്ക് കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തത്. നന്നായിട്ട് നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം. നമുക്ക് ഇതിലോട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതിനെ നന്നായിട്ട് കട്ടയൊന്നും കെട്ടാതെ നല്ല ഫൈനായിട്ട് നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിൽ കുറച്ചും കൂടെ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതായിരിക്കണം നമ്മളെ ബാറ്ററിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസി. ഓക്കെ, ഇവിടെ ഞാൻ കുറച്ച് ബ്രെഡ് ക്രംസ് എടുത്തിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഈ ഒനിയൻ റിങ്സ് ഒക്കെ ചെയ്യാനായിട്ട് പാൻകോ ബ്രെഡ് ക്രംസ് ആണ് ഉപയോഗിക്കുന്നത്. ഇപ്പം നമുക്ക് അതൊന്നും അവൈലബിൾ അല്ലാത്തതുകൊണ്ട് നമുക്ക് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ബ്രെഡ് പൊടിച്ച് നമുക്കത് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഒനിയൻ റിങ്സ് ആയിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കിയ ബാറ്ററിൽ ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഡിപ്പ് ചെയ്യണം. അപ്പം നമ്മൾ ഈ നേരത്തെ തയ്യാറാക്കിയ മാവെല്ലാം നമ്മൾ ഒനിയനിൽ പിടിച്ച് കിട്ടണം. എന്നിട്ട് ബ്രെഡ് ക്രംസിലിട്ടിട്ട് നന്നായിട്ട് ബ്രെഡ് നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് കൊടുക്കണം. കണ്ടല്ലോ, ഇതാ കണ്ടല്ലോ. ഇതുപോലെ ബ്രെഡെല്ലാം ഇതിൽ നല്ല കോട്ടായിട്ട് കിട്ടണം. ഓക്കെ, ഇതുപോലെ നമുക്ക് ബാക്കിയെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ അതുപോലെ എല്ലാം ചെയ്തെടുത്ത് നമ്മൾ ഓയിൽ മീഡിയം ഫ്ലെയിമിൽ ചൂടായിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഈ ഓനിയൻ റിങ്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഗോൾഡൻ കളറാകുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചോട്ട് നമുക്ക് ഇതിനൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല ഗോൾഡൻ കളറിൽ ഇത് കിട്ടണം. നല്ല ക്രിസ്പിയാണ്.
ഒക്കെ നല്ല ഗോൾഡൻ കളർ കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ചെയ്യരുത്, മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ നിങ്ങളിത് ചെയ്യണം. ഹൈ ഫ്ലെയിമിലേക്ക് പെട്ടെന്ന് ഗോൾഡൻ കളറാവും, പക്ഷേ നല്ലൊരു ക്രിസ്പിനെസ് കിട്ടില്ല. ഓക്കെ, എന്താ കണ്ടല്ലോ, അത് നല്ല ബ്രെഡൊക്കെ നല്ല പിടിച്ച് അടിപൊളി ആയിട്ടുണ്ട്. നല്ല സോസിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അപ്പോൾ തന്നെ നമ്മൾ അടിപൊളി ഓനിയൻ റിങ്സ് തയ്യാറായിട്ടുണ്ട്. നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഓക്കെ, ടൊമാറ്റോ സോസിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തയ്യാറാക്കാനും പറ്റിയ ഒരു വിഭവമാണ്. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായം പറയണം. വീഡിയോ ഇഷ്ടമായി ഉറപ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പം നമുക്ക് വീണ്ടും നല്ലൊരു ഈസി റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദീപ്സ് കിച്ചൺ.